അവർക്കും ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എസിമിന് വേണ്ടി നമ്മൾ തുടക്കം കുറിച്ച വീഡിയോ ക്ലാസ് സീരീസിൽ ഇന്ന് പദശുദ്ധി എന്ന് പറയുന്ന മേഖലയാണ് പഠിക്കുന്നത്. നമ്മൾ മലയാളവുമായി ബന്ധപ്പെട്ടിട്ട് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ഒറ്റപ്പദം എന്ന് പറയുന്ന മേഖലയുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ ഇനിയും നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ട്. പ്രീവിയസ് ആയിട്ട് ചോദിച്ച കുറേ ചോദ്യങ്ങളൊക്കെ നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് വരുന്ന ദിവസങ്ങളിൽ പഠിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ എപ്പോഴും ഒരേ ടോപ്പിക് ആകുമ്പോൾ ചിലപ്പം ബോറടിക്കൂല. അതുകൊണ്ടാണ് നമ്മൾ പദശുദ്ധിയിലേക്ക് വരുന്നത്. പദശുദ്ധിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏതൊരു പേപ്പർ എടുത്ത് നോക്കിയാലും അതിലൊരു ചോദ്യം നിർബന്ധമായിട്ടുണ്ട്. ചിലപ്പോൾ 2 ചോദ്യങ്ങളൊക്കെ വരാറുണ്ട്. ഇപ്പോൾ ഈ സെക്രട്ടേറിയറ്റ് ഒയ്ക്ക് 2 ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു പോകണം. പ്രത്യേകിച്ചും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ മാക്സിമം നമ്മൾ റെഫർ ചെയ്തിട്ടുണ്ട്. അത് 10th ലെവൽ പരീക്ഷയ്ക്കാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ 10th ലെവലിൽ മാത്രം ഒതുങ്ങരുത്. ഈ പറയുന്ന മലയാളം, ഇംഗ്ലീഷ് തുടങ്ങിയ മേഖലകൾ എല്ലാ മേഖലയിലുള്ള, അതായത് +2 ലെവൽ ആയിക്കോട്ടെ, അതേപോലെ തന്നെ നമ്മുടെ ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ, അവിടെ എല്ലാം ചോദിച്ച ചോദ്യങ്ങൾ നമ്മൾ കളക്ട് ചെയ്ത് ഓരോ ഗ്രൂപ്പ് ആക്കിയിട്ട് പഠിക്കുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും. ഇവിടെ നമ്മളിപ്പോൾ ഇന്നിവിടെ തിരഞ്ഞെടുത്തിരിക്കുന്ന പദശുദ്ധിയുമായി ബന്ധപ്പെട്ട് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ്. അപ്പോൾ അതിൽ ആദ്യമായിട്ട് നമ്മുടെ PSC പരീക്ഷയിൽ എത്രയോ തവണ ചോദിച്ചിരിക്കുന്ന ഒരു വാക്കാണ് കവയിത്രി. ഇവിടെ തന്നിരിക്കുന്ന ചോദ്യം എന്താ? താഴെ പറയുന്നത് ശരിയല്ലാത്ത പദമേത്? ശരിയല്ലാത്ത പദമേത്, ശരിയായ പദമേതെന്നാണ് നമ്മുടെ ചോദ്യത്തിൽ തന്നിരിക്കുന്നത്. ശരിയായ പദമേത്? അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിൽ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് ഓർത്തിരിക്കണം. നമ്മൾ പലപ്പോഴും പറഞ്ഞു പോകുമ്പോൾ കവി ഇത്രി എന്നായിരിക്കും പറഞ്ഞു പോവുക. ഇത് സ്ത്രീലിംഗം പുല്ലിംഗം എന്ന് പറയുന്ന മേഖലയിലും ചോദ്യമായിട്ട് ചോദിക്കാറുണ്ട്. കവി എന്നതിൻ്റെ സ്ത്രീലിംഗം ചോദിച്ചാൽ കവയിത്രിയാണ്. എന്താണ്? കവയിത്രിയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കവയിത്രി ഇങ്ങനെ പറഞ്ഞു തന്നെ പഠിക്കണം. കവയിത്രി എങ്ങനെയാണ്? കവയിത്രി. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു കുറേ പ്രാവശ്യം എഴുതണം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും? അത് നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരും. അപ്പോൾ ഇവിടെ കവയത്രി എന്നാണ് ശരിയായിട്ട് എഴുതേണ്ടത്. അവിടെ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. എന്നാൽ ഇവിടെ തന്നിരിക്കുന്നതിൽ ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും ഓപ്ഷൻ സിയും എന്താണ്? തെറ്റായിട്ടാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ എയിലേക്ക് വരുമ്പോൾ ഐക്യമത്യം എന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് തെറ്റാണ്. ഇത് ശരിയായിട്ട് എഴുതേണ്ടത് ഐകമത്യം എന്നാണ്. ക്യ എന്നത് വേണ്ട, മറിച്ച് ഐകമത്യം എന്നതാണ് ശരിയായിട്ടുള്ള രൂപം. അപ്പോൾ ഓർത്തിരിക്കുക, ഐകമത്യം. ഐകമത്യം. ഇനി സാമ്രാട്ട് എന്നതാണ് ഓപ്ഷൻ സിയിൽ കൊടുത്തിരിക്കുന്നത്. സാമ്രാട്ട് എന്നല്ല, സമ്രാട്ട് എന്നതാണ് ശരിയായിട്ട് വരേണ്ടത്. സമ്രാട്ട്. അപ്പോൾ അതാണ് അവിടെ തെറ്റാനുള്ള കാരണം. ഓപ്ഷൻ ബിയിൽ വിമ്മിഷ്ടം എന്നാണ് കൊടുത്തത്. വിമ്മിഷ്ടം എന്നല്ല, മറിച്ച് വിമ്മിട്ടം എന്നാണ് ശരിയായിട്ട് വരേണ്ടത്. വിമ്മിഷ്ടം എന്നല്ല, മറിച്ച് എന്താണ്? വിമ്മിട്ടം എന്നതാണ് അവിടെ ശരിയായിട്ട് വരേണ്ടത്. അപ്പോൾ ഇവിടെ ABCD ഈ 4 വാക്കുകൾ കൃത്യമായിട്ട് നമ്മൾ എഴുതി വെക്കണം. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്തെല്ലാമാണ്? ഐക്യമത്യം എന്ന് പറയില്ല, മറിച്ച് ഐകമത്യം എന്നാണ് പറയുക. ഐകമത്യം എന്നാണ് പറയുക. സാമ്രാട്ട് എന്ന് ദീർഘിപ്പിച്ച് പറയേണ്ട, സമ്രാട്ട് എന്ന് പറഞ്ഞാൽ മതി. കവയിത്രി എന്നതാണ് ശരി. അതേപോലെ വിമ്മിട്ടം. വിമ്മിട്ടം എന്നാണ് ശരി. വിമ്മിഷ്ടമല്ല, മറിച്ച് വിമ്മിട്ടം. പിന്നെ കവയിത്രി, അത് പ്രത്യേകം നോട്ട് ചെയ്യുക. കവിയല്ല, കവയിത്രി എന്ന് ഓർത്തിരിക്കുക. ഇനി നമ്മുടെ അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നതിൽ അക്ഷരത്തെറ്റുള്ള വാക്കേത്? ഇവിടെ വിശിഷ്ടൻ, പ്രേഷ്ഠൻ, ശ്രേഷ്ഠനൊക്കെ ശരിയാണ്. വിശ്വസ്തൻ എന്നതാണ് ഇവിടെ എന്തെന്ന് പറയുന്നത്? തെറ്റായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വിശിഷ്ടൻ എന്നെങ്ങനെയാണ് എഴുതേണ്ടതെന്ന് നോക്കാം. വിശിഷ്ടൻ, ഇങ്ങനെയാണ് നമ്മൾ വിശിഷ്ടൻ എന്ന് എഴുതേണ്ടത്. അത് ശരിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ എന്ത് ചെയ്യാം? ഇങ്ങനെ എഴുതാൻ പറ്റും. ഇങ്ങനെ എഴുതാമല്ലോ, അതിനും കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ എന്താണ്? ഓപ്ഷൻ ബി എന്താണ്? ശരിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ പ്രേഷ്ഠൻ എന്ന് പറയുന്നത് എന്താണ്? ശരിയായിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പ്രേഷ്ഠൻ എന്നെങ്ങനെ എഴുതേണ്ടത്? ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഈ ഒരു ഭാഗത്തായിരിക്കും നമ്മളൊരു കൺഫ്യൂഷൻ വരിക. ഇങ്ങനെയാണോ വേണ്ടത്, എസ് ഡായാണോ വേണ്ടതെന്നൊരു കൺഫ്യൂഷൻ വരും. അങ്ങനെയല്ല, 0 ഡായാണ് വേണ്ടതെന്ന കാര്യം ഓർത്തിരിക്കുക. അതേപോലെ ശ്രേഷ്ഠൻ എന്ന് എഴുതുമ്പോഴും എങ്ങനെയാണ്? ഈ ഒരു രീതിയിൽ തന്നെയാണ് എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ വിശിഷ്ടൻ എന്നെങ്ങനെയാണ് എഴുതേണ്ടതെന്ന് പഠിച്ചു. അതേപോലെ തന്നെ ശ്രേഷ്ഠൻ എന്നെങ്ങനെയാണ് എഴുതേണ്ടതെന്ന് പഠിച്ചു. അതുപോലെ പ്രേഷ്ഠൻ എങ്ങനെയാണ് എഴുതേണ്ടതെന്നും പഠിച്ചു. എന്നാൽ വിശ്വസ്തൻ ഇവിടെ തെറ്റാണ് അല്ലേ? വിശ്വസ്തൻ എന്ന് പറയുമ്പോൾ അവിടെ തായാണ് വരേണ്ടത്. വിശ്വസ്തൻ എന്നാണ് വരേണ്ടത്. വിശ്വസ്തൻ എന്നാണ് വരേണ്ടത്. ഇതാ ഈ തായാണ് വരേണ്ടത്. അതേ സമയത്ത് കാര്യസ്ഥൻ എന്ന് എഴുതുന്നത് എങ്ങനെയാണ്? കാര്യസ്ഥൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് വരേണ്ടത്. കാര്യസ്ഥൻ. അപ്പോൾ വിശ്വസ്തൻ എന്നത്
തന്നെ എനിക്ക് വിശ്വാസമുണ്ട് എന്നൊന്ന് പറഞ്ഞാൽ മതി. തന്നെ എനിക്ക് വിശ്വാസമുണ്ട്, തന്നെ താത്ത താത്ത. അപ്പോൾ വിശ്വസ്തനിൽ എന്താ വേണ്ടത്? തായാണ് വേണ്ടത്. കാര്യസ്ഥൻ എന്ന് പറയുമ്പോൾ സ്ഥലമൊക്കെ നോക്കുന്ന ആളായിരിക്കും അല്ലെ, നമ്മുടെയൊക്കെ സ്ഥലമൊക്കെ നോക്കുന്ന ആളായിരിക്കും കാര്യസ്ഥൻ അല്ലെ, സ്ഥലമൊക്കെ നോക്കി നടത്തുന്ന ആൾ. കാര്യസ്ഥൻ, സ്ഥലത്തിന്റെ അത് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ അത് നമുക്ക് ഇവിടുന്ന് കിട്ടും. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കാനായിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ പരിചയപ്പെട്ട 8 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ, പദശുദ്ധിയുമായി ബന്ധപ്പെട്ട 8 കാര്യങ്ങൾ. അത് പ്രീവിയസ് ആയിട്ട് ചോദിച്ചതല്ലേ, അപ്പോൾ നാളെ ഒരു പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ളതല്ലേ. അപ്പോൾ ഗൈഡിൽ കുറേ ഉണ്ടാവും, പക്ഷെ അതിൽ പരീക്ഷയ്ക്ക് വന്നിരിക്കുന്ന 8 ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ അത് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം, ഒരു ബുക്കിലൊക്കെ ഒന്ന് എഴുതി വെച്ചാൽ നന്നാണ്. പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് ഒന്ന് റിവിഷൻ ചെയ്താൽ ഇതിൽ നിന്നൊരു മാർക്ക് ഉറപ്പിക്കാം. ഇനി നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായ പദം കണ്ടെത്തുക. ഇവിടെ ശരിയായ പദം ഭഗവത്ഗീത എന്നത് എങ്ങനെയാണ് എഴുതുക എന്നാണ്. അപ്പോൾ നോക്കുക, ഭഗവത് ഗീത, ഭഗവത് ഗീത. ഈ ഒരു രീതിയിലാണ് നമ്മൾ ശരിയായിട്ട് എഴുതേണ്ടത്. ഭഗവത് ഗീത എന്നത് എങ്ങനെയാണ് എഴുതേണ്ടത്? അപ്പോൾ ഇവിടെ നമുക്ക് ഗീത ഇതൊക്കെ നമുക്ക് കിട്ടും, ഇത്രയും പോർഷൻ കിട്ടും. ഈ ഒരു ഭാഗത്താണ് നമുക്ക് എന്ത് കൺഫ്യൂഷൻ വരുന്നത്? ആണോ ആണോ എന്നൊരു കൺഫ്യൂഷൻ നമുക്ക് വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ഉണ്ടല്ലോ, ഈ ആ പോലെ തന്നെയല്ലേ ഈ ഇതായിരിക്കുന്നത്. അപ്പോൾ അതേപോലെയുള്ളതാണ് അടുത്തത് വരേണ്ടതെന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഭഗവത് ഗീത എന്ന് എഴുതേണ്ടത് ഈ രീതിയിലാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, കാരണം നമുക്ക് 4 ഓപ്ഷൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ഈ പറഞ്ഞ ആ പോയിന്റിലാണ് PSC മാറ്റി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഭഗവത് ഗീത ഈ ഒരു രീതിയിലാണ് എഴുതേണ്ടത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അക്ഷൗഹിണി എന്നെങ്ങനെയാണ് എഴുതേണ്ടത്? അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ ഓപ്ഷനിലേക്ക് വരുമ്പോൾ അക്ഷൗഹിണി എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്, പല ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ശരിയൊന്ന് പഠിച്ചു വെക്കുക. അക്ഷൗഹിണി എന്നത് ഇങ്ങനെയാണ് എഴുതേണ്ടത്. അക്ഷൗഹിണി എന്നാണ് വരേണ്ടത്. എന്താണ്? അക്ഷൗഹിണി എന്നാണ് വരേണ്ടത്. അപ്പോൾ ഇവിടെ അക്ഷൗഹിണി എന്നാണ് അതിൻ്റെ ശരിയായിട്ടുള്ള രൂപം. ഓർത്തിരിക്കുക, നി ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ശരിയായിട്ട് എഴുതാം. അപ്പോൾ എഴുതുക, നി ഈ ഒരു രീതി വേണം നമ്മൾ ശരിയായിട്ട് എഴുതാനായിട്ട്. ഇനി അടുത്തത് ഇവിടെ തന്നിരിക്കുന്നത് താഴെ കൊടുത്തവയിൽ തെറ്റായ പദം ഏത്? ഇവിടെ ജിജ്ഞാസ എന്നത് ശരിയായിട്ടാണ് എഴുതിയത്. അപ്പോൾ ശരിയാണ്, ശരിയാണ്. ഇനി ഉത്തരവാദിത്വം എന്ന് നമ്മൾ പഠിക്കും, പക്ഷെ ഉത്തരവാദിത്വം എന്നാണ് വരേണ്ടത്. ഇത്രയും നമുക്ക് ഓക്കെ ആണ്. ഉത്തരവാദി ഇത്രയും നമ്മൾ എഴുതും. പിന്നെ തമ്മാണോ തൊമ്മാണോ എന്നൊരു സംശയം വരും. അപ്പോൾ ഉത്തരവാദിത്വം എന്നാണ് വരേണ്ടത്, ഉത്തരവാദിത്വം. ഇനി ആസ്തിക്യം എന്നാണ് വരേണ്ടത്, ആസ്തിക്യം. അപ്പോൾ ഇതും എന്താണ്? ശരിയാണ്. ഇവിടെ ആദരാഞ്ജലി എന്നതാണ് ഇവിടെ തെറ്റായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ തെറ്റായിട്ട് കൊടുത്തിരിക്കുന്നത് എന്താണ്? ആദരാഞ്ജലി എന്നതാണ് ഇവിടെ തെറ്റായിട്ട് പരീക്ഷയ്ക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ആദരാഞ്ജലി എന്നത് ശരിയായിട്ട് എഴുതുക എന്നതാണ് നമ്മളിവിടെ പഠിച്ചു വെക്കേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് ആദരാഞ്ജലി ശരിയായിട്ട് എഴുതുക എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ ശരിയായിട്ട് എങ്ങനെ എഴുതേണ്ടത്? ആദ്യം നമ്മൾ അത്രയും ശരിയാണ്. പിന്നെ എഴുതേണ്ടത് ഈ ഞാൻ ആദ്യം വരണം, അതിനുശേഷം വരണം, പിന്നെയാണ് ലി. അതാണ് ഈ ഒരു രീതിയിലാണ് നമ്മൾ എഴുതേണ്ടത്. ആദരാഞ്ജലി എന്ന് എഴുതേണ്ടത് ഇങ്ങനെയാണ് എഴുതേണ്ടത്. മനസ്സിലായോ? ആദരാഞ്ജലി എന്ന് ഇങ്ങനെ. അപ്പോൾ ഈ ഒരു പോർഷനിലാണ് നമുക്ക് കൺഫ്യൂഷൻ വരുന്നത്. ആ ഒരു ഭാഗത്ത് ഞാൻ ആദ്യം വരണം, അതിനുശേഷം വരണം. അവിടെ നേരെ തിരിച്ചാണ് നമ്മൾ ഓപ്ഷൻ ഡിയിൽ കൊടുത്തത്. അപ്പോൾ ഇത് PSC റിപ്പീറ്റ് ആയിട്ട് എപ്പോഴും ചോദിക്കുന്നതാണ്. ആദരാഞ്ജലി ഇങ്ങനെയാണ് എഴുതേണ്ടത്. ആദരാഞ്ജലി എന്ന് എങ്ങനെയാണ് എഴുതേണ്ടത്? ഞാനിവിടെ പറഞ്ഞ ഈ ഒരു രീതിയിൽ വേണം എഴുതാനായിട്ട്, ആദരാഞ്ജലി എന്ന് എഴുതാനായിട്ട്. അതോടെ നമ്മൾ ജിജ്ഞാസ എന്നെങ്ങനെയാണ് എഴുതേണ്ടതെന്ന് പഠിച്ചു, ആസ്തിക്യം എന്നെങ്ങനെയാണ് എഴുതേണ്ടതെന്ന് പഠിച്ചു, ഉത്തരവാദിത്വം എന്നാണ് വരേണ്ടതെന്ന് പഠിച്ചു, ആദരാഞ്ജലി എന്നെങ്ങനെയാണ് എഴുതേണ്ടതെന്നും പരിചയപ്പെട്ടു. നമ്മൾ ഈ ആദരാഞ്ജലി പറയുമ്പോൾ തന്നെ PSC ചോദിക്കുന്ന മറ്റൊന്നാണ് അഞ്ജലി. അപ്പോൾ അഞ്ജലി എന്ന് എങ്ങനെയാണ് എഴുതുക എന്ന് ചോദിച്ചാൽ
ഈ ഒരു രീതിയിലാണ് അഞ്ജലി എന്നും എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആദ്യം ഞാ വരും, പിന്നെ ജാ വരും. അഞ്ജലി എന്ന് ഇങ്ങനെയാണ് എഴുതേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഓപ്ഷൻ തരാം. അപ്പോൾ ഈ ഒരു കാര്യം കൂടി ഒന്ന് ഓർത്തിരിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ നമ്മളിവിടെ ജിജ്ഞാസ, ഉത്തരവാദിത്വം, ആസ്തിക്യം, അതുപോലെ തന്നെ ആദരാഞ്ജലി. ഇപ്പോൾ അഞ്ജലി നമ്മളിവിടെ പരിചയപ്പെട്ടു. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഉദ്ഘാടനം PSC പരീക്ഷയിൽ ചോദിച്ചതാണ്. ഉദ്ഘാടനം എന്ന് നമ്മൾ എഴുതേണ്ടത് ഈ ഒരു രീതിയിലാണ്. ഉദ്ഘാടനം എന്ന് എഴുതേണ്ടത് ഈ ഒരു രീതിയിലാണ്. ഉദ്ഘാടനം. അപ്പോൾ ഇവിടെ നമുക്ക് ഇത്രയും നമുക്ക് ഓക്കെയാ അല്ലേ? ഇത്രയും നമ്മൾ എഴുതും. ഇതിലാണ് നമുക്ക് കൺഫ്യൂഷൻ വരുന്നത്. അപ്പോൾ അത് താ വേണോ ദ് വേണോ, പിന്നെ ഇവിടെ ഉദ്ഘാടനം ഏതാണ് ശരി എന്നാണ് ഇവിടെ ഓർത്തിരിക്കണം. ഉദ്ഘാടനം അങ്ങനെയാണ് എഴുതേണ്ടത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഉദ്ഘാടനം എന്നാണ് എഴുതേണ്ടത്. ഇനി നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ശരിയല്ലാത്ത രൂപം ഏത്? ഇവിടെ ജാള്യത എന്നതാണ് തെറ്റ്. അപ്പോൾ ബാക്കിയെല്ലാം ശരിയാ. ജാള്യം എന്ന് പറഞ്ഞാൽ ശരിയാ, ജലത്വം എന്ന് പറഞ്ഞാൽ ശരിയാ, ജലത എന്ന് പറഞ്ഞാൽ ശരിയാ. ശരിയല്ലാത്തത് ജാള്യതയാണ്. അപ്പോൾ ജാള്യം എന്നാണ് പറയേണ്ടത്. ജാള്യത എന്ന് പറഞ്ഞാൽ തെറ്റാണ്. അതുപോലെ ജലത്വം എന്ന് പറഞ്ഞാൽ ശരിയാണ്. പിന്നെ ജലത എന്ന് പറഞ്ഞാൽ ശരിയാണ്. ജാള്യത എന്ന് പറഞ്ഞാൽ തെറ്റാണ്. അപ്പം ജാലത ഇത് തെറ്റാണെന്ന കാര്യം ഓർത്തിരിക്കുക. ജാള്യം എന്ന് പറഞ്ഞാൽ മതി. ഈ അടുത്ത ചോദ്യത്തിൽ തന്നിരിക്കുന്നത് ശരിയായ പദം എഴുതുക. ഇവിടെ നികൃഷ്ടം എന്നത് ശരിയാണ്. നികൃഷ്ടം എന്നത് എന്താണ്? ശരിയാണ്. നികൃഷ്ടം എന്ന് പറയുന്നത് ശരിയാണ്. യാദർശികം എന്ന് പറയുന്നത് ശരിക്കും എഴുതേണ്ടത് എങ്ങനെയാ? നമ്മൾ പഠിച്ചു വെക്കുന്നത് എങ്ങനെയാ? യാദർശികമായിട്ട് അച്ഛനെ കണ്ടു, അച്ഛൻ്റെ ഇച്ഛയാണ് വേണ്ടത്. അപ്പോൾ എന്താണ്? ഇങ്ങനെയാണ് വരേണ്ടത്. കണ്ടോ? ഇനി അവശിഷ്ടം എന്നതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ കൊടുത്തിരിക്കുന്ന അവശിഷ്ടം എന്ന് പറയുന്നത് എന്താണ്? തെറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കുക, അവശിഷ്ടം. ഇവിടെ നമുക്ക് എസ്ഡായാണ് വരേണ്ടത്. അപ്പോൾ ഇവിടെ ഈ ഒരു രീതിയിലാണ് അവശിഷ്ടം എന്ന് എഴുതേണ്ടത്. അവശിഷ്ടം ഈ ഒരു രീതിയിലാണ് നമ്മൾ അവശിഷ്ടം എന്ന് എഴുതേണ്ടത്. അത് എങ്ങാനും നിങ്ങൾ മറന്നുപോയത് ഇവിടെ കണ്ടോ, ഈ ഇത് കണ്ടില്ലേ, അതിൻ്റെ അതേ ഷേപ്പിലുള്ള ഡാ തന്നെ വരണം എന്ന് ഓർക്കാം. ഈ ഷായില്ലേ, ആ ഷായിൻ്റെ അതേ ഷേപ്പിലുള്ള ഡാ തന്നെ വരണം എന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്തത് അടിമത്വം എന്ന് പറയില്ല ഇല്ലേ? അടിമത്വം എന്ന് നമ്മൾ പറയത്തില്ല. അത് എന്താണ്? തെറ്റായിട്ടുള്ള ഒന്നാണ്. നമ്മൾ പറയേണ്ടത് അടിമത്തം എന്നാണ് പറയേണ്ടത്. അടിമത്തം എന്നാണ് പറയേണ്ടത്. അതുകൊണ്ടാണ് അവിടെ അത് തെറ്റാനുള്ള കാരണം. അപ്പോൾ എങ്ങനെ എഴുതേണ്ടത്? ആ ടി മ തം. അടിമത്തം. എങ്ങനെ എഴുതേണ്ടത്? അടിമത്തം എന്നാണ് എഴുതേണ്ടത്. അടിമത്തം എന്നാണ് എഴുതേണ്ടത്. നമ്മൾ തൊട്ട് മുമ്പ് ഒന്ന് പഠിച്ചില്ലേ? എന്താ നമ്മൾ പഠിച്ചത്? ഉത്തരവാദിത്വം. അപ്പോൾ അങ്ങനെയാണ് എഴുതുന്നത്. അവിടെ ഉത്തരവാദിത്തം എന്നല്ല വേണ്ടത്, ഉത്തരവാദിത്തം എന്നാണ് വേണ്ടത്. ഇവിടെ പക്ഷെ എന്താണ്? അടിമത്തം എന്നല്ല വേണ്ടത്, അടിമത്തം എന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്തതിലേക്ക് വരാം. ഇവിടെ ശരിയായ പദം ഏത്? ഇവിടെ ഓപ്ഷൻ ഡി ആണ് നമുക്കിവിടെ ശരിയായിട്ട് കൊടുത്തിരിക്കുന്നത്. പ്രക്ഷുബ്ധം എന്ന ഇങ്ങനെയാണ് എഴുതേണ്ടത്. പ്രക്ഷുബ്ധം എന്ന് എഴുതേണ്ടത് ഇങ്ങനെയാണ്. പ്രക്ഷുബ്ധം എന്ന് എഴുതേണ്ടത് ഈ ഒരു രീതിയിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. പ്രക്ഷുബ്ധം. അപ്പോൾ ഇവിടെ പ്രക്ഷുബ്ധം ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഈ ഒരു രീതിയിലും എഴുതാം. പ്രക്ഷുബ്ധം. അപ്പോൾ അവിടെ ഓർത്തിരിക്കുക, പ്രക്ഷുബ്ധം എന്നെങ്ങനെയാണ് എഴുതേണ്ടത്? ഈ ഒരു രീതിയിലാണ് എഴുതേണ്ടത്. പ്രക്ഷുബ്ധം എന്ന് എഴുതേണ്ടത് ഇങ്ങനെയാണ്. പ്രക്ഷുബ്ധം എന്ന് എഴുതേണ്ടത് ഇങ്ങനെയാണ്. പ്രക്ഷുബ്ധം എന്ന് എഴുതേണ്ടത് ഇങ്ങനെയാണ്. ഇതിപ്പോൾ നമ്മൾ പഠിച്ചതാണ്. യാദർശികമായി അച്ഛനെ കണ്ടു എന്ന് ഓർത്തിച്ചാൽ മതി. ഓപ്ഷൻ സി ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി അടുത്തത് മിഥ്യാധാരണ എങ്ങനെയാണ് എഴുതേണ്ടത്? മിഥ്യാധാരണ. അപ്പോൾ ഇവിടെ നോക്കുക, ഈ ഒരു പോർഷൻ അതേപോലെ ഈ ഒരു പോർഷൻ ഇവിടെയാണ് നമുക്ക് കൺഫ്യൂഷൻ വരുന്നത്. അത് ഓർത്തിരിക്കുക. മിഥ്യാധാരണ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് മിഥ്യാധാരണ എന്ന് ശരിയായിട്ട് എഴുതേണ്ടത്. ഇനി അടുത്തത് അതിഥി എന്നത് ഇങ്ങനെയാണ് എഴുതേണ്ടത്. നമ്മൾ തിഥി നോക്കാതെ വരുന്നവൻ അതിഥി ഒറ്റപ്പദത്തിൽ പഠിക്കും. അപ്പോൾ ഇവിടെ അതിഥി ആ എഴുതുക,
അതിഥി. അപ്പോൾ ഈ ഒരു രീതിയിൽ ഓർത്തിരിക്കുക. തിഥി നോക്കാതെ വരുന്ന അതിഥി, ആ ഒരു രീതിയിൽ ഓർത്ത് വെച്ചാൽ മതി. അതിഥി എന്ന് എഴുതേണ്ടത് ഇങ്ങനെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഓരോരോ ഓപ്ഷനിലൂടെ പോകുമ്പോൾ ഇവിടെ അതിഥി ഇതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. അതിഥി എന്നതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. അതിഥി ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരേണ്ടത്. അവസാനമായിട്ട് നോക്കാം. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി പഠിച്ചാണ് ജാള്യത. നമുക്ക് അടുത്തതിലേക്ക് വരാം. ഇത് നമ്മളിപ്പോൾ പഠിച്ചതാണ്. ഇത് നമ്മൾ പഠിച്ചു. ജിജ്ഞാസ, ഉത്തരവാദിത്വം, ആസ്തിക്യം, ആദരാഞ്ജലി ഇത് നമ്മളിപ്പോൾ പഠിച്ചതാണ്. അക്ഷൗണി നമ്മൾ പഠിച്ചു. ഇനി ഇതും കൂടെ നോക്കാം. താഴെ കൊടുത്തവയിൽ ശരിയായ പദങ്ങളേവ. ഉത്തരവാദിത്വം ശരിയല്ലേ, നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഒന്ന് എന്തായാലും നമ്മൾ ഓപ്ഷനിൽ വരണം. അപ്പോൾ ബിയും ഡിയും നമുക്ക് ഡിലീറ്റ് ആക്കാം. ഇനി അടുത്തത് അനന്തിരവൻ എന്ന് പറയുന്നത് ശരിയാണോ തെറ്റാണോ? അനന്തിരവൻ എന്ന് പറയുന്നത് തെറ്റാണ്. അനന്തിരവൻ എന്ന് പറയുന്നത് എന്താണ്? തെറ്റാണ്. അനന്തിരവൻ എന്ന് നമുക്ക് പറയേണ്ട ആവശ്യമില്ല, മറിച്ച് അനന്തരവൻ എന്ന് പറഞ്ഞാൽ മതി. എന്താണ്? അനന്തരവൻ എന്ന് പറഞ്ഞാൽ മതി. അവിടെ ആ വള്ളി ആവശ്യമില്ല, അനന്തരവൻ എന്ന് പറഞ്ഞാൽ മതി. ഇപ്പം രണ്ട് തെറ്റാണ്. ഇനി കൃതജ്ഞത എന്നത് ഇവിടെ ശരിയായിട്ട് തന്നെയാണ് കൊടുത്തത്. കൃതജ്ഞത എന്ന് ഇങ്ങനെ തന്നെയാണ് എഴുതേണ്ടത്. പിന്നെ കൃത്രിമം എന്ന് കൊടുത്തിട്ടുണ്ട്. കൃത്രിമം എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? തെറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. കൃത്രിമം എന്ന് പറയുന്നത് ഇവിടെ തെറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതുക? ഇങ്ങനെ എഴുതിയാൽ മതി. ഇതാണ് ശരിയായിട്ടുള്ളത്. ഈ ഒരു രീതിയിലാണ് കൃത്രിമം എന്ന് എഴുതേണ്ടത്. അപ്പോൾ അനന്തരവൻ എന്നാണ് വേണ്ടത്. പിന്നെ കൃതജ്ഞത എന്ന് പറയുന്നത് ഇവിടെ ശരിയായിട്ടാണ് കൊടുത്തത്. ഉത്തരവാദിത്തം എന്ന് ഇവിടെ കൊടുത്തു, അതും ശരിയാണ്. ഇനി കൃത്രിമം എന്ന് എഴുതേണ്ടത് ഇങ്ങനെയാണ്. ഈ ഒരു രീതിയിലാണ് കൃത്രിമം എന്ന് എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ കുറേ പദശുദ്ധികൾ പഠിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഒരുമിച്ച് പഠിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെയാണ് കുറച്ചീച്ച പറഞ്ഞു പോകുന്നത്. ഇന്ന് പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും ഒന്ന് നോട്ടിൽ എഴുതി വെച്ചാൽ തീർച്ചയായിട്ടും അത് ഗുണപ്രദമായിരിക്കും. ഇപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി വിചാരിക്കുന്നു. തുടർന്ന് നമുക്ക് കുറേ ചോദ്യങ്ങളുണ്ട്, കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയും നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കുന്ന സമയത്ത് കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആകുമ്പോൾ ഒരു 2021 ശേഷം ഡിഗ്രി ലെവൽ, +2 ലെവൽ, അതേപോലെ തന്നെ നമ്മൾ 10th ലെവൽ കംപ്ലീറ്റ് കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഡിഗ്രി ലെവലും +2 ലെവലിൽ നമ്മൾ ഓരോ ടോപ്പിക്ക് വെച്ച് നമ്മൾ കളക്ട് ചെയ്യണം. നിങ്ങളത് സ്വയം കളക്ട് ചെയ്തൊക്കെ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് മലയാളത്തിനും ഇംഗ്ലീഷിനൊക്കെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.